ലോകരാഷ്ട്രീയത്തിൽ പുതിയ ഒരു ചേരിപ്പോരിന്റെ സൂചന നൽകി ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു നടത്തിയ പ്രസ്താവന ചർച്ചയാവുകയാണ്. റഷ്യ, ചൈന, ഉത്തര കൊറിയ എന്നിവ ഇസ്രായേലിന്റെ പുതിയ ശത്രുക്കളായി മാറിക്കൊണ്ടിരിക്കുകയാണ് എന്നാണ് നെതന്യാഹു പറഞ്ഞത്. ഇതായിരുന്നു അദ്ദേഹത്തിന്റെ വാക്കുകൾ. എന്തുകൊണ്ടാണ് ഈ രാജ്യങ്ങളെ ഇസ്രായേൽ ഞങ്ങളുടെ പ്രതിയോഗികളുടെ പട്ടികയിൽ ഉൾപ്പെടുത്തുന്നത്? ഇതിന് പിന്നിലെ അന്താരാഷ്ട്ര ബന്ധങ്ങൾ എന്തൊക്കെയാണ്? നമുക്ക് പരിശോധിക്കാം. നെതന്യാഹുവിന്റെ പ്രസ്താവനയ്ക്ക് പ്രധാനമായും രണ്ട് കാരണങ്ങളാണുള്ളത്. ഇറാനുമായിട്ടുള്ള ബന്ധം. ഇസ്രായേലിന്റെ ഏറ്റവും വലിയ ഭീഷണിയായി അവർ കാണുന്നത് ഇറാനെയാണ്. നിലവിലെ ഗസ, ലെബനാൻ സംഘർഷങ്ങളിൽ ഇറാന്റെ പങ്ക് ഇസ്രായേൽ ശക്തമായി വിമർശിക്കുന്നു. ഈ സാഹചര്യത്തിൽ റഷ്യയും ചൈനയും ഇറാനുമായി ശക്തമായ ബന്ധം സ്ഥാപിച്ചിരിക്കുകയാണ്. റഷ്യ ഉക്രൈൻ യുദ്ധത്തിനായി ഇറാനിൽ നിന്ന് ഡ്രോണുകൾ ഉൾപ്പെടെയുള്ള ആയുധങ്ങൾ റഷ്യ വാങ്ങുന്നത് ഇസ്രായേലിന് വലിയ ആശങ്ക ഉണ്ടാക്കുന്ന കാര്യമാണ്. ഇറാൻ റഷ്യ കൂട്ടുകെട്ട് ഇസ്രായേലിനെതിരെ നീങ്ങുന്ന മിഡിൽ ഈസ്റ്റിലെ സായുധ ഗ്രൂപ്പുകൾക്ക് കൂടുതൽ സഹായം നൽകാൻ സാധ്യതയുണ്ടെന്ന് നെതന്യാഹു ഭയപ്പെടുകയാണ്. സാമ്പത്തികമായും രാഷ്ട്രീയപരമായും ഇറാനെ പിന്തുണക്കുന്നതിലൂടെ ചൈന മിഡിൽ ഈസ്റ്റിൽ തങ്ങളുടെ സ്വാധീനം വർദ്ധിപ്പിക്കുന്നു. ഇത് മേഖലയിലെ ഇസ്രായേലിന്റെ താല്പര്യങ്ങൾക്ക് എതിരാണ്. രണ്ടാമത്, ഫലസ്തീൻ വിഷയത്തിലെ നിലപാട് മാറ്റം. ഗസ യുദ്ധത്തിന് ശേഷം ഈ രാജ്യങ്ങളുടെ നിലപാടിൽ വന്ന മാറ്റങ്ങളാണ് മറ്റൊരു പ്രധാനപ്പെട്ട കാരണം. ചൈനയും റഷ്യയും ഫലസ്തീൻ വിഷയത്തിൽ ഇസ്രായേലിനെതിരായ നിലപാടാണ് ഐക്യരാഷ്ട്രസഭയിൽ ഉൾപ്പെടെ ഈ രാജ്യങ്ങൾ സ്വീകരിക്കുന്നത്. വെടിനിർത്തൽ പ്രമേയങ്ങളെ പിന്തുണയ്ക്കുകയും ഇസ്രായേലിന്റെ സൈനിക നടപടികളെ വിമർശിക്കുകയും ചെയ്യുന്നത് ഇസ്രായേലിന് കനത്ത തിരിച്ചടിയായി. ചൈനയും റഷ്യയും കൂടാതെ ഉത്തര കൊറിയയെ കൂടി ശത്രുപക്ഷത്ത് നിർത്തിയിരിക്കുന്നത് ശ്രദ്ധേയമാണ്. ഇറാനുമായുള്ള ഉത്തര കൊറിയയുടെ ബന്ധം സുപ്രധാനമാണ്. ഇസ്രായേൽ നിരന്തരം ഭീഷണിപ്പെടുത്തുന്ന ആണവ മിസൈൽ സാങ്കേതിക വിദ്യ കൈമാറ്റം ചെയ്യപ്പെടാനുള്ള സാധ്യത ഇസ്രായേലിന് ആശങ്കയുണ്ടാക്കുന്നു. ഉത്തര കൊറിയയെ ഇസ്രായേൽ ഒരു കാലത്ത് തിന്മയുടെ അച്ചുതണ്ടിലെ രാജ്യമായാണ് കണക്കാക്കിയിരുന്നത്. നെതന്യാഹുവിന്റെ കാഴ്ചപ്പാടിൽ ഈ രാജ്യങ്ങൾ ചേർന്ന് US നേതൃത്വത്തിലുള്ള പാശ്ചാത്യ ശക്തികൾക്കെതിരെ ഒരു പുതിയ അച്ചുതണ്ട് രൂപീകരിക്കുകയാണ്. ഈ അച്ചുതണ്ട് ഇസ്രായേലിന്റെ പ്രാദേശിക ശത്രുക്കളായ ഇറാൻ, സിറിയ, ഹമാസ്, ഹിസ്ബുല്ല എന്നിവർക്ക് പിന്തുണ നൽകുന്നതിലൂടെ ഇസ്രായേലിന്റെ നിലനിൽപ്പിന് ഭീഷണി ഉയർത്തുന്നു എന്നതാണ് നെതന്യാഹു വിലയിരുത്തുന്നത്. ഇസ്രായേലിന്റെ ഈ പ്രസ്താവന ആഗോളതലത്തിൽ വലിയ പ്രത്യാഘാതങ്ങൾ സൃഷ്ടിക്കാൻ സാധ്യതയുണ്ട്. കാരണം റഷ്യ, ചൈന, ഉത്തര കൊറിയ എന്നീ ലോക ശക്തികളെ മറുപക്ഷത്ത് നിർത്തുന്നത് ഇസ്രായേലിന്റെ നയതന്ത്ര ബന്ധങ്ങളിൽ കൂടുതൽ സങ്കീർണതകളിലേക്ക് വഴിവെച്ചേക്കാം. അന്താരാഷ്ട്ര രാഷ്ട്രീയത്തിൽ ഈ പുതിയ ചേരിപ്പോര് എങ്ങനെ പ്രതിഫലിക്കുമെന്ന് കണ്ടറിയണം.